ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയതാണ് നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങളാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 1960 മുതൽ 1970 വരെ ഒന്നാം ഘട്ട ഹരിത വിപ്ലവവും 1970 മുതൽ 1980 വരെ രണ്ടാം ഘട്ട ഹരിത വിപ്ലവവും നടന്നു. ഇമ്പോർട്ടന്റ് ആണ്. 2 ഘട്ടങ്ങളിലാണ് നമ്മുടെ ഹരിത വിപ്ലവം നടന്നിട്ടുള്ളത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇമ്പോർട്ടന്റ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇനി ഹരിത വിപ്ലവത്തെ തുടർന്നത് പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെ വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയതാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. അതേസമയം മത്സ്യ ഉൽപാദനങ്ങളുടെ പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീല വിപ്ലവം നടന്നത്. ബ്ലൂ റെവല്യൂഷനും വൈറ്റ് റെവല്യൂഷനും ഇമ്പോർട്ടന്റ് ആണ്. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെ വർധന ലക്ഷ്യമിട്ടതാണ് ധവള വിപ്ലവമെങ്കിൽ മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിയതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. ധവള വിപ്ലവം. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിന്റെ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. അപ്പൊ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളിയാണ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇമ്പോർട്ടന്റ് ആണ്. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ എന്ത് ചെയ്തു? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘം ഉണ്ടാക്കി. ഓക്കെ, എന്താണ്? ഗുജറാത്തിലെ ആനന്ദാണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഗുജറാത്തിലെ ആനന്ദ്. പിന്നീട് ഇതെന്തായി മാറി? അമൂൽ എന്നുള്ള പേരിൽ അറിയപ്പെടലെത്തി. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഇമ്പോർട്ടന്റ് ആണ്. അമൂലിന്റെ ഫുൾ ഫോം എന്താണ്? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഏതാണത്? ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ്. പിന്നീട് എന്തായത്? ആനന്ദായിട്ട് മാറി. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആയി മാറിയത്, അമൂലായി മാറിയത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അമൂലിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ ആനന്ദാണ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. സമ്പന്നർക്കും വലിയ വ്യക്തികൾക്കും മാത്രമായിരുന്നു ബാങ്ക് സേവനങ്ങൾ ലഭിച്ചിരുന്നത്. അപ്പോൾ സാധാരണക്കാരനും കർഷകനുമെല്ലാം ബാങ്ക് സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദേശസാൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് 1969 ഇന്ദിരാഗാന്ധി ചെയ്യുന്നത് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥതയും നേതൃത്വം ഇന്ത്യ ഗവൺമെന്റിന് നൽകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. പിന്നീട് വീണ്ടും 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കുക പിൻകാലത്തുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969 ആണെന്നുള്ളത് വ്യക്തമായി പഠിക്കാം. ദെൻ 1990കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖല പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായിട്ട് വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. ആ കമ്മീഷനുകളാണ് ഒന്നാമത്തത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 നിലവിൽ വരുന്നത്. സർവകലാശാല വിദ്യാഭ്യാസമാണ്. ഓക്കെ, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1952. ഊന്നൽ നൽകിയ മേഖല എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. മൂന്നാമത്തത് ഡോക്ടർ DS കൊത്താരി കമ്മീഷനാണ്. 1964 കൊത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയാണ് ഊന്നൽ നൽകിയ മേഖല എന്ന് പറയുന്നത്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയത്. ദെൻ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയത്. ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ബുക്കില് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് സംഭാവനയും പ്രോത്സാഹനമൊക്കെ നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തന്റെ ദൗത്യമായി അദ്ദേഹം കരുതുകയുണ്ടായി. എന്താണ്? ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടി. ഇതിനായി അദ്ദേഹത്തിന് സഹായിച്ച വ്യക്തികളാണ് ഹോമി J. ഭാഭ ആൻഡ് മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്ര ഉപദേഷ്ടാക്കൾ. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായി. ഏതൊക്കെ നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്.
1974 മെയ് 18 രാജസ്ഥാനിലെ പോക്രാനിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷമാണ് 1974 മെയ് 18. ഇമ്പോർട്ടന്റ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പോക്രാനിലാണ് നമ്മുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. അതിന് നൽകിയ പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഏതാണ് പേര് നൽകിയത്? ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പേരാണ് നൽകിയത്. ഇമ്പോർട്ടന്റ്. അപ്പോൾ ബുദ്ധപൂർണിമ ദിനത്തിലായിരുന്നു 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നത്. അപ്പൊ ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ രഹസ്യനാമം. ഇമ്പോർട്ടന്റ്. ഇനി 1998 പൊക്രാനിൽ എന്ത് നടത്തി? രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ശക്തി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ആണവ പരീക്ഷണം ഏതാണ്? ഓപ്പറേഷൻ ശക്തി ആണ്. ഇമ്പോർട്ടന്റ്. 1998 മെയ് 11, 13 തീയതികളിലാണ്. 13-നാണ് അവസാന ഘട്ടം നടന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് 1998 ഓപ്പറേഷൻ ശക്തി എന്നാണ് പേര്. ഇമ്പോർട്ടന്റ് ആണ്. ബഹിരാകാശ ഗവേഷണം. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനമാണ്. ഓക്കെ, രാഷ്ട്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ് തുടങ്ങിയവരായിരുന്നു നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ വ്യക്തികൾ. ഓക്കെ, ആരൊക്കെയാണ്? ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ്. അപ്പോൾ ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് 1969 ബാംഗ്ലൂര് കേന്ദ്രമാക്കിയിട്ട് ISRO സ്ഥാപിതമായി. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററും ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിമോട്ട് സെൻസിംഗ് സെന്ററും NRSC. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഹൈദരാബാദ് ആണ് ഏതിന്റെ കേന്ദ്രം? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ കേന്ദ്രം. തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററും തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റു പ്രധാന സ്ഥാപനങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19-നാണ്. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അതിനുശേഷം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നിവ ചന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളാണ്. 2013 മംഗൾയാൻ ദൗത്യം, സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആദിത്യ L1. ഇമ്പോർട്ടന്റ് ആണ്. ആദിത്യ L1 സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ പഠനത്തിനാണ് ആദിത്യ L1. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഇമ്പോർട്ടന്റ്. ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. ഓക്കെ, ചന്ദ്രയാൻ 3യുടെ പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ദേശീയ ബഹിരാകാശ ദിനം എന്താണ്? ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23-ാം തീയതി നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ആ ഓർമ്മയുടെ അല്ലെങ്കിൽ അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ മിസൈൽ സാങ്കേതിക വിദഗ്ധനുമായിരുന്നു.